ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇളനീരും കുടിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇൻട്രോ. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് വരുവാണ്. അപ്പോൾ വഴിയിൽ നിന്ന് ഒരു ഇളനീര് കുടിക്കാൻ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇളനീര്. നല്ല മധുരം ഉണ്ട്. ഏട്ടൻ കുടിക്കുന്ന ഒച്ചയാണ് ഇപ്പൊ കേട്ടതുണ്ട്. മതിയേട്ട കഴിഞ്ഞ് ഇതിനകത്ത് നിറച്ചുണ്ട്. കൂടുതലുള്ള എനിക്ക് ഇതിന്റെ ഇളനീരും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഏട്ടനും ഇഷ്ടമല്ല. ഇത് എനിക്ക് പൊട്ടിച്ചേർന്നേ. അപ്പൊ നമ്മൾ ഇളനീരെല്ലാം കുടിച്ചിട്ട് നിച്ചൂട്ടിനെ കൂട്ടിയിട്ടില്ല. നിച്ചൂന് അമ്മക്കും അച്ഛനും ഇളനീര് പാർസൽ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം. നല്ല നേർത്ത ഇളനീരാണ് കേട്ടോ. അധികം തേങ്ങ പോരായത് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. നല്ല നേർത്തിയാണ്. പണ്ടെല്ലാം ഏട്ടൻ തന്നെ ഇത് തിന്നാൻ വിടൂലേ. വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇളനീര് വേണമെന്ന് പറയുമ്പോൾ പറയും വേണ്ട 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 പൊട്ടിക്കൊന്നും വേണ്ട പൊട്ടിക്കൊന്നും പറയാൻ വിടുവേ ഇല്ല. എനിക്ക് ദേഷ്യം വരില്ല. അപ്പൊ എനക്ക് തിന്നുന്ന ഇഷ്ടമാണ്. എനിക്ക് തിന്നണ്ടതും കൂടെ വീട്ടിലേക്ക് ഉണ്ടാവാം. നമുക്ക് വേണ്ട, വീട്ടിലേക്ക് വേറെ മേടിക്കാം. ഒന്ന് രണ്ട് സാധനങ്ങൾ നിച്ചു വരുമ്പോ ഏർപ്പാടാക്കിനെ അതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എനക്കെന്നാ മണിക്കുണ്ട് നോക്കട്ടെ. മോള് പേസ്റ്റും ഒരു ബ്രഷും വേണം മോക്ക്. മോള് പേസ്റ്റ് ഏതാന്ന് തേക്കലെന്ന് കുറെ ആള് ചോദിച്ചിട്ടുണ്ട്. അതിന് കോൾഗേറ്റിന്റെ തന്നെയാണ് കേട്ടാ. പിള്ളേരെ കോൾഗേറ്റിന്റെ ഒരു സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഒരു പേസ്റ്റ് ഉണ്ട്, അതാ മേടിക്കല്. അമ്മ അച്ഛനും ആശുപത്രി പോയിട്ട് വരുമ്പോ എന്നാ സർപ്രൈസ് കൊണ്ടെന്നേ? ഇളനീര് വിളിക്കുന്ന വേറെ എന്നാ ഇപ്പൊ തിന്നേ? ഐസ്ക്രീമാ? ബിസ്കറ്റാ? കളിപ്പണ്ണേ. ഐസ്ക്രീം മണക്കുന്നില്ല. ഐക്യം മണക്കുന്നു. നമ്മൾ ഇളനീര് മേടിച്ചിന് മൂന്നാക്കും അച്ഛനും അമ്മക്കും നിച്ചൂട്ടിക്കും. ഇവിടുത്തെ ഒന്ന് പൊട്ടിച്ചത് മോക്ക് കൊടുത്തേ. ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തേ. മൂന്നാളത് ഇപ്പന്നെ പൊട്ടിച്ചേട്ടോ, അല്ലെങ്കിൽ അമ്മ കുടിക്കൂല ഇപ്പോഴേ. കള്ളി നീ അമ്മനെ കട്ടിയാക്കുന്നു നിച്ചു. പിടിച്ചോ പിടിച്ചോ. നല്ല അടിപൊളി കരിമീൻ കിട്ടിയിട്ടുണ്ട്. രാവിലെ മീനായിട്ടിനോട് മേടിച്ചതാണ് നമ്മളെ. അപ്പം ഞാൻ ചൂളി അവരെന്നെ കളഞ്ഞു തന്നിന്. അവരെ കഴിയുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടാവില്ലേ, അതുകൊണ്ട് വൃത്തി കളഞ്ഞു തന്നിന്. ബാക്കി കട്ട് ചെയ്തിട്ട് മസാല എല്ലാം പെരക്കി വെക്കാന്ന് വെച്ചിട്ടാണ്. ഉച്ചക്കേക്ക് വേണ്ട, വൈകുന്നേരത്തേക്കേ വേണ്ട. അപ്പൊ മസാല എല്ലാം പെരക്കി ഫ്രിഡ്ജിൽ വെച്ചാല് നല്ലോണം പിടിക്കുമല്ലോ അതിന് വേണ്ടിട്ട്. നമുക്ക് ഇപ്പൊ ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടാ. ഇപ്പൊ വരും. ആരായിച്ചു ഗസ്റ്റ്? വെല്ലുമ്മ വരുന്നുണ്ട്, അമ്മേന്റെ ചേച്ചി. അപ്പൊ വെല്ലുമ്മ ഉച്ചക്ക് ഉണ്ടാവും. ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതെല്ലാം നമുക്ക് സെറ്റ് ആക്കി വെക്കാം. അപ്പൊ ഉണ്ടല്ലോ ഏട്ടൻ ഇപ്പൊ ഫുള്ള് ആമസോണിന്ന് ഒന്നാ ചുളൂന്, ഏട്ടന്റെ ഭാഷ പറഞ്ഞ ചുളൂന് സാധനങ്ങൾ മേടിക്കാന്നെ. അപ്പൊ ഇന്ന് മേടിച്ച സാധനങ്ങൾ ഇതാ. ജസ്റ്റ് കാണിച്ചു കൊടുത്ത കേട്ടാ. ഇത് ആമസോണിന്റെ തന്നെ ബ്രാൻഡ് അല്ലേ ശരിക്കും? ആമസോൺ ബ്രാൻഡ്. പ്രിസ്റ്റോ അതിന്റെ ഇതാണ് ഡിഷ് വാഷ് ലിക്വിഡ് ആണ്. പക്ഷെ ഭയങ്കര ലാഭല്ലേ കേട്ടാ. 360 രൂപക്ക് 4 എണ്ണം. ഇത് എത്രയാ? അപ്പൊ 3/4 ലിറ്റർ, 3 ലിറ്റർ. 3 ലിറ്ററിന് 300 സംതിങ്. ശരിക്കും ലാഭമാണ്. എന്നിട്ട് ഇതിന്റെ ബാക്കി നമ്മുടെ ഫ്ലോർ ക്ലീനറും ബാത്റൂം ക്ലീനറും എല്ലാം ഉണ്ട്. ആ ബാത്റൂം ക്ലീനറിലെല്ലാം നമ്മൾ മേടിക്കുന്ന ബ്രാൻഡ് നോക്കുമ്പോൾ അതിന്റെ 1/2 കിലോന്റെ പൈസ, 1/2 ലിറ്ററിന്റെ പൈസയാണ് ഇതിന്റെ 1 ലിറ്ററിന്. പക്ഷെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ യൂസ് ചെയ്തു, നല്ല ക്വാളിറ്റിയും ഉണ്ട്.
അപ്പൊ ഇത് ശരിക്കും ലാഭമാണ് ഇത്. അപ്പൊ ആർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഡിഷ് വാഷ് ലിക്വിഡിന്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഓഫറിൽ ഇങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറെ കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. വിലമ ഹായ്. ഹായ്. എത്ര നേരായി അറിയാം എണീച്ചു കാത്തിക്കുന്ന? രാവിലെ മുതൽ എണീച്ചപാട് തുടങ്ങി. അമ്മ സൈഡിലുണ്ടേ. അമ്മ ഇങ്ങനെ വലുമ വരാത്ത മൂഡ് ഔട്ടിൽ ഇരുന്നതാ. എന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ട്. അതാ ഇങ്ങനെ കമ്മലൊന്നും ഇട്ടിട്ടില്ല ഒന്നാമത്. ചില ദിവസം ഇന്നലെ വൈകുന്നേരം എന്തോ ഒരു ക്ഷീണം എന്ന് പറഞ്ഞിന്. ഒരു കൈവേനന്റെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, അതിന്റെ ഒരു ക്ഷീണം. വിലമ്മ എന്തെല്ലാം സ്പെഷ്യൽ ആക്കിട്ടാന്ന് വന്നതേ. അമ്മക്കാന്ന് നിച്ചു. പക്ഷെ നിച്ചുവിനും ഉണ്ടാ. അമ്മക്കും നിച്ചുവിനും സ്പെഷ്യൽ ആക്കീന അമ്മമ്മ അല്ലേ? വിലമ്മ വരുമ്പോ ഇതാ സ്പെഷ്യലായിട്ട് നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഏട്ടാ വായിൽ വെള്ളർക്കല്ല. ചിക്കൻ കറി നെയ്ച്ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് മധുരക്കിഴങ്ങ്, ചക്കരക്കിഴങ്ങ്. ഇതിനെ കൊണ്ട് ബജി ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം എങ്ങനെ ആക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് പോരിയെന്നാ നമ്മുടെ നാട്ടിൽ പറയല്. അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നെയ്ച്ചോറും ചിക്കൻ കറി കഴിക്കട്ടെ. മീനെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചിക്കൻ കറി ഉള്ള സ്ഥിതിക്ക് അത് വേണ്ടല്ലോ. അത് നമുക്ക് പിന്നത്തേക്ക് യാത്രയ്ക്ക് അങ്ങനെ ആക്കാം. ഇത് കഴിക്കാം. അമ്മയും നിച്ചുട്ടിയും കൂടെ ഫുഡെല്ലാം കഴിച്ചിട്ട് താച്ചേന്നേ. നമുക്ക് പൊന്നിനെ ഉച്ചക്ക് കിട്ടലേ ഇല്ല, അംഗൻവാടി പോന്നോണ്ടല്ലേ. ഇന്ന് ലീവ് ആയോണ്ട് അമ്മേന്റെ കൂടെ താച്ചാനുണ്ടല്ലേ അല്ലേ? നമ്മളത് കുഞ്ഞ് ഉറക്കം ഉറങ്ങിയിട്ട് വരെ അല്ലേ? എന്നാ ഷോർട്ട് ബ്രേക്ക് എന്ന്. അപ്പൊ ഞാൻ നേരത്തെ കിഴങ്ങ് പൊരി എങ്ങനെയാ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പൊ ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോഴത്തേക്കും പോലെ അടുത്ത ദിവസം വന്നിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നലെ വൈകുന്നേരം പിന്നെ അത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കുറച്ച് കടികളെല്ലാം ഉണ്ടായി ചായക്ക്, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഇന്ന് കാണിച്ചു തരാം. ഇന്ന് ഹോസ്പിറ്റലിൽ പോയ ദിവസമാണ്, ചെക്കിങ്ങിന് പോകേണ്ട ദിവസമാണ്. അപ്പൊ രാവിലെ ചെക്കിങ്ങിനെല്ലാം പോയിട്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആണ്. ഇനി 3 weeks കഴിഞ്ഞിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗം അതിനുള്ള ബാറ്റർ റെഡിയാക്കി വെക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ബജി ആണ്. അപ്പൊ നമ്മള് കടലമാവിലാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത്. പക്ഷെ ഇന്നാള് കടലമാവ് ഇല്ലാണ്ട് ഞാൻ മൈദയിൽ ഉണ്ടാക്കി നോക്കി. അപ്പോഴും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റിൽ ഉണ്ടായിന്. പക്ഷെ കുറച്ചും കൂടെ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ന് ഫുള്ളായിട്ട് കടലമാവ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് മധുരം ഇട്ടിട്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ മധുരമൊന്നും ഇടുന്നില്ല, ഒരു ബജി ടൈപ്പ് തന്നെ ആക്കാന്ന് വെച്ചു. അപ്പൊ ഞാൻ ആവശ്യത്തിന് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിള്ളേർക്കൊക്കെ ആക്കി കൊടുക്കുമ്പോഴാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ആക്കി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കുവേ. പിന്നെ മുളക് പൊടി പേരിന് കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എരിവും കൂടി ഉള്ളത് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. ചെറിയൊരു എരിവിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ എന്തായാലും ഒരു മധുരം ഉണ്ടാവും. നമ്മളെ ഈ മധുരക്കിഴങ്ങിന്റെ മധുരം ഉണ്ടല്ലോ, അതെന്തായാലും ഉണ്ടാവും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പഴംപൊരിക്കൽ ഉണ്ടാക്കൂലേ അതുപോലത്തെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കണം. ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് കേട്ടോ അതെല്ലാം കുഴപ്പമെല്ലാം ചെയ്യുന്നത്. നമ്മളെ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് നമ്മൾ അടുക്കളയിൽ സ്ഥിരം ഉണ്ടാക്കുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുക, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിനുണ്ടല്ലോ എനിക്കൊരു പ്രഗ്നൻസിയിൽ ഫസ്റ്റ് ഒരു ക്രേവിങ്സ് വന്ന സാധനം ഇതാണ് കേട്ടോ. എനിക്ക് ഇന്നാളെ ഒരു ദിവസം ഈ കിഴങ്ങ് പൊരി തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ തന്നെ മേടിച്ചിട്ട് ഉണ്ടാക്കി. അത് അമ്മ പറഞ്ഞിട്ടാന്ന് തോന്നുന്നു വെല്ലുമ്മ വരുമ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടായേ. അപ്പോൾ ഇതിനൊരു കഥയുണ്ട്. ഇത് നമ്മുടെ ഈ നാട്ടിൽ അധികം ഈ കിഴങ്ങ് പൊരി കാണില്ല തട്ടുകടയിലും ഹോട്ടലിലെല്ലാം. പക്ഷേ എൻ്റെ നാട്ടിൽ പയ്യന്നൊരു സൈഡ് അങ്ങോട്ടേക്ക് ഇഷ്ടം പോലെ തട്ടുകടയിൽ ഈ കിഴങ്ങ് പൊരി ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സമയത്ത്. ഇത് അച്ഛൻ പണ്ട് എക്സ്ചേഞ്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുമംഗൽ അങ്ങോട്ട് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു കടയിൽ ഒരു വീട്ടിൽ ഉണ്ടാക്കുന്നതാണിത്. അപ്പോൾ അച്ഛൻ എപ്പോൾ അങ്ങോട്ട് പോയാലും ഇത് വാങ്ങി വെക്കും. ഏത് നേരം പോയിട്ടുണ്ടെങ്കിലും അത് വാങ്ങി വെച്ചിട്ട് വൈകുന്നേരം എനിക്ക് കൊണ്ടു തരുവേ. അതുകൊണ്ട് ആ ഒരു
രുചി പെട്ടെന്ന് എൻ്റെ നാവിലേക്ക് കുറേ ദിവസമായി വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു ദിവസം. അപ്പം ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് കൊണ്ടുവന്നാൽ നല്ല വൃത്തി കഴുകി എടുക്കണമല്ലോ, നല്ലോണം മണ്ണും ചെളിയെല്ലാം അതിന് ഉണ്ടാവില്ലേ. അപ്പോൾ ഞാൻ ഒരു പീസ് തൽക്കാലത്തേക്ക് ആവശ്യത്തിന് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. എൻ്റെ തൊലിയും കൂടെ കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തട്ടുകടയിൽ നിന്നൊന്നും അങ്ങനെ തൊലി കളയൊന്നും തോന്നുന്നില്ല. നേരത്തെ ഒരു പാട പോലത്തെ തൊലി ഇങ്ങനെ സൈഡിൽ കാണാറുണ്ട്. പക്ഷെ നമുക്ക് വീട്ടിൽ നിന്നാക്കുമ്പോൾ നമുക്ക് നീറ്റായിട്ട് തന്നെ ആക്കാമല്ലോ. അപ്പം തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല നേർപ്പായിട്ട്, എത്രത്തോളം നേർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല നേർപ്പായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയറിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ്. ഈ കടലപ്പൊടിയും കിഴങ്ങും ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്കും എല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഞാനെല്ലാം റൗണ്ടായിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അധികം ഉണ്ടാക്കിയാൽ കളയേണ്ടി വരും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ ആക്കിയിട്ടുള്ളൂ. എൻ്റെ എണ്ണ നല്ലോണം ചൂടാവുന്ന സമയത്ത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ബാറ്ററി നല്ലോണം ലൂസ് ആവാൻ പാടില്ല. ലൂസായി കഴിഞ്ഞാൽ അതിന് ഒരു കോട്ടിങ് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററി തന്നെ ആക്കണം. എണ്ണ ചൂടാകുമ്പം അതിനകത്തേക്ക് ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കുക. എന്നാൽ നമ്മുടെ കിഴങ്ങ് പൊരി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട്. കുറച്ച് കിഴങ്ങ് ബാക്കിയുണ്ട്, ഒന്നും കൂടി ഉണ്ടാക്കണം ഇത് കഴിഞ്ഞ പാട് പോയിട്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചായ ആവുന്ന സമയം കൊണ്ട് തന്നെ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിച്ചുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. എന്നാ ഉണ്ടാക്കുന്ന അമ്മയെ എന്നാ സ്പെഷ്യൽ എന്നെല്ലാം ചോദിച്ചിട്ട് നിച്ചുട്ടിക്ക് ഞാൻ ചിലപ്പോൾ കുറച്ച് മധുരം ഇട്ടിട്ട് ആക്കി കൊടുക്കലുണ്ട്. പക്ഷേ ഈ കിഴങ്ങിൻ്റെ മധുരം തന്നെ മതി നമ്മൾ കടിക്കുമ്പോൾ. എന്നിട്ട് അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ ആദ്യം ഇട്ടിട്ട് പിന്നെ കുറച്ച് കളർ ചേഞ്ച് ആവാൻ തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നല്ലോണം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതിയേ. എന്നിട്ട് കുറച്ചൊരു കളർ ചേഞ്ച് ആയിട്ട് ഒരു ബ്രൗൺ കളർ പോലെ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ മുരിഞ്ഞ് ഇങ്ങനെ സാധനമില്ലേ, അതിന് വേണ്ടിയിട്ടാണ് നിച്ചൂട്ടി വന്ന് നിൽക്കുന്നത് കേട്ടോ. ആ മുരിഞ്ഞത് പൊട്ടിച്ചിട്ട് മിക്സ്ചർ പോലെ ഉണ്ടാമേ, മിക്സ്ചറിൻ്റെ കോല് പോലെ ഉണ്ടാമേ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ എല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഈ അരിപ്പക്കയിൽ കണ്ടിട്ട് അന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ലിങ്ക് ഉണ്ടോയെന്ന്. ലിങ്കൊന്നും ഇല്ല കേട്ടോ. ഏതോ ഷോപ്പിൽ നിന്ന് പണ്ട് അമ്മ എവിടുന്നോ വാങ്ങിച്ചതാണ്. ഇങ്ങനത്തെ ഒരു 3-4 ടൈപ്പിലുള്ള അരിപ്പക്കയിൽ അമ്മ പണ്ടേ വാങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടപ്പം 3-4 സൈസിലുള്ളത്. അവിടെ ഇങ്ങനെയുള്ള സമയത്തെല്ലാം നല്ല യൂസ്ഫുള്ളാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കിഴങ്ങ് പൊരി, നമ്മുടെ നാട്ടിൽ പറയുന്ന കിഴങ്ങ് പൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചായയും കൂടെ കുടിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ, ഇതുവരെ കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിലാണോ ആദ്യമായിട്ട് കാണുന്നത്, ഇനി കഴിക്കാൻ പ്ലാൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഇവിടെ ഏട്ടനും അമ്മയും അച്ഛനും എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ പിന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ ഈ നാട്ടിൽ അങ്ങനെ കിട്ടില്ല എന്ന് പറയലുണ്ട്. ഞാൻ പണ്ടേ ഏട്ടനോട് പറഞ്ഞു കൊതിപ്പിച്ചിട്ടുണ്ട് എൻ്റെ നാട്ടിൽ കിഴങ്ങ് പൊരി കിട്ടും, അങ്ങനെയാന്ന് ചക്കയാന്ന് മാങ്ങയാന്നെല്ലാം. ഒരു ദിവസം ഏച്ചീൻ്റെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടന് നല്ല ഇഷ്ടമാവുകയും ചെയ്തിന്. പക്ഷേ ഏട്ടൻ പറഞ്ഞു അതിനേക്കാളും ടേസ്റ്റ് നമ്മൾ ഫ്രഷായിട്ട് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുമ്പം അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട്, മൈദേനേക്കാളും ഈ കടലമാവിലാക്കുമ്പോൾ ആ ഒരു ബജി ടേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂട്ടി നമ്മൾ ചായ കുടിക്കട്ടെ. കൈ കാണിച്ച് എന്നാ എടുത്തത്? എന്റെ പൊന്തിക്കുന്ന സാധനം മാത്രം. നിങ്ങൾ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ചോദിക്കലുണ്ട്, ഓരോ കമൻ്റായിട്ട് ചോദ്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു Q&A ചെയ്യാന്നുള്ളത്. ഞാൻ Q&A പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിന്. കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തു, ബാക്കി പേരൊന്നും ചിലപ്പോൾ പോസ്റ്റ് കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ കമൻറ്റ് ചെയ്തോട്ടോ. അപ്പോൾ ആ Q&Aയിൽ ഞാൻ അത് ഉൾപ്പെടുത്തിക്കോളാം. നിങ്ങൾക്ക് എന്തെങ്കിലും പാരൻറ്റിങ്ങിനെ പറ്റിയിട്ടോ നിച്ചുട്ടീൻ്റെ കാര്യങ്ങളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രഗ്നൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ളതോ എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ, ഞാൻ ആ Q&Aയിൽ ഉൾപ്പെടുത്തിക്കോളാം. നിച്ചുട്ടി അമ്മ കണക്ക് ചോദിക്കട്ടെ. ഒരു വീട്ടിൽ 3 ആളുണ്ടേ, അതിന്റെ കൂടെ 2 ആള് കൂടി വന്ന്, അപ്പൊ മൊത്തം എത്ര ആളായി വീട്ടില്? 1 2 3 4 5. ഗുഡ്. ഇനി വേറൊരു കണക്ക് ചോദിക്കട്ടെ. ഒരു മരത്തിൽ 5 പക്ഷി ഉണ്ടായിനെ, അതിൽ 3 പക്ഷീനെ വേടം വന്നിട്ട് കൊന്നു. 3 പക്ഷി ചത്തുപോയി, 3 എണ്ണം ചത്തുപോയി. ബാക്കി എത്രയുണ്ട്? ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിനെ. നിച്ചൂട്ടി കണക്കെല്ലാം കൂട്ടുന്ന. അപ്പൊ അതിന്റെ അടിയിൽ കമന്റും പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നിച്ചുട്ടിനെ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്, പാട്ട് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, ബാക്കിയെല്ലാം പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം ചോദിച്ചിട്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ മാത്രം ഒന്നുമില്ല. നിച്ചുട്ടിനെ കണക്കെങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ ഓക്ക് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ഒറ്റക്കന്നെ ഞാൻ തന്നെ ചോദ്യവും ഞാൻ തന്നെ ഉത്തരവും പറയും. അതായത് ഇപ്പൊ നിച്ചുട്ടി ഒരു വീട്ടിൽ 5 ആളുണ്ട്, അതിൽ 2 ആള്
വേറെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഞാനിങ്ങനെ താക്കു 2 ആള്, ബാക്കി എത്ര ആളുണ്ട് ചോദിച്ചിട്ട് 1 2 3 ആളുണ്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞായിട്ട് പിന്നെ ഒക്കെ ആ ഒരു ടെക്നിക്ക് പിടികിട്ടി. അങ്ങനെയാണ് നിച്ചുട്ടി ഇങ്ങനെ കണക്ക് കൂട്ടാനും കുറക്കാനുള്ള ആ 10 വിരലിനുള്ളിലുള്ളത് ചെറിയ ചെറിയ സംഭവം അറിയില്ലു, 3 വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പൊ അതങ്ങനെയാണ് കേട്ടോ പഠിച്ചത്. പിന്നെ ബാക്കി പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത് ഒരു ടാസ്ക് തന്നെയാണ്. എല്ലാ ദിവസവും ഇരുന്ന് തരുമൊന്നുമില്ല, ഒക്കെ മൂടുണ്ടെങ്കിൽ മാത്രമേ ഇരിക്കൂലൂ കേട്ടോ എഴുതാനല്ല. അംഗൻവാടിയിൽ നിന്ന് ചെറുതായിട്ട് എഴുതിപ്പിക്കും, അത് നിർബന്ധിക്കൂല. ടീച്ചർ പറയും നിർബന്ധിക്കണ്ട, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് എഴുതിക്കോട്ടെ, കയ്യെല്ലാം ഒന്ന് വഴങ്ങിക്കോട്ടെ സ്കൂളിൽ പോകാനാവുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ്. അപ്പം അംഗൻവാടിയിൽ നിന്ന് എഴുതൂല, വീട്ടിലേക്ക് ഇങ്ങനെ തന്നു വിടും. ടീച്ചർ അംഗൻവാടിയിൽ ബോർഡിൽ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കും അവർക്ക്, അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെ വന്നിട്ട് എഴുതിപ്പിക്കും. ഏകദേശം പഠിച്ചു. റ ര ന ത വ പ ഹ അങ്ങനെയുള്ള അക്ഷരങ്ങളെല്ലാം എഴുതാനും വായിക്കാനും എല്ലാം പഠിച്ചു. അപ്പൊ അത് വീട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കും. എല്ലാ ദിവസവും എഴുതിപ്പിക്കൂല, എഴുതുമ്പോൾ ആയിരിക്കും പിള്ളേർക്ക് മടി ഉണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഞാൻ എഴുതിയിട്ട് പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് അവര് കണ്ടാകുമ്പോൾ അവരെ മൈൻഡിലേക്ക് അത് കയറും. അപ്പൊ അങ്ങനെ കണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ വായിക്കാൻ പഠിക്കും. വായിക്കുമ്പോൾ ഓരോ അക്ഷരം ഫെമിലിയർ ആയി കഴിഞ്ഞാൽ അവർക്ക് എഴുതാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അതുപോലെ ABCDന്റെ എല്ലാ ലെറ്ററും എഴുതാൻ പഠിച്ചിട്ടില്ല, പക്ഷെ A to Z ഏത് ലെറ്റർ കണ്ടാലും അത് ഏതാ ലെറ്റർ അത് പറയാൻ പഠിച്ചു. അതും അങ്ങനെ തന്നെ ഞാൻ എഴുതിയിട്ട് ഇതേതാ നമുക്ക് കളി കളിക്കാന്നുള്ള മറ്റു കളിയിലൂടെയാലും പഠിക്കും. ഇത് നിച്ചുട്ടിക്ക് എന്തായാലും കിട്ടൂല എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉത്തരം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കളിച്ചിട്ടാണ് അങ്ങനത്തെ എല്ലാം പഠിപ്പിച്ചേട്ടാ. എഴുതുന്നത് ഏലാവുന്നേ ഉള്ളൂ, ആയിട്ടില്ലല്ലോ, അപ്പൊ 3.5 വയസ്സാവുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുക. പാട്ട് പിന്നെ ഓള് കേട്ട് പഠിക്കുന്ന. ഞാൻ അതിന് കുറെ എഫേർട്ടൊന്നും എടുക്കാനില്ല. ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട് ആ ലിറിക്സ് ഓള് ബൈഹാർട്ട് ആക്കുന്നതാണ് കേട്ട് ഓള് പഠിക്കുന്നതാണ്, പാട്ടല്ല. അപ്പൊ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. വീഡിയോ എടുത്ത് കാണിച്ചു തരുമോ എന്നൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. പഠിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ജസ്റ്റ് എടുക്കുക കേട്ടോ. അങ്ങനെ ഒരു ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അങ്ങനെയൊന്നുമില്ല. ഓരോ അമ്മമാർക്കും അല്ലെങ്കിൽ ഓരോ ടീച്ചർമാർക്കും ഓരോ ടെക്നിക്ക് ഉണ്ടാവില്ല അവരെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെന്താണ് നിങ്ങളുടെ ഓരോ മക്കളും ഡിഫറെന്റ് ആയിരിക്കും. ചില മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പഠിക്കാനും എഴുതാനും കേട്ടിരിക്കാനും അല്ല. ചില പിള്ളേർക്ക് ഭയങ്കര ഒരു അലസതയായിരിക്കും, അത് കുറച്ച് പിടിച്ചിരുത്താൻ വേണ്ടി കുറച്ച് പണിയായിരിക്കും. അപ്പൊ ഓരോ മക്കളുടെ കാര്യവും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ച് നിങ്ങളെ മക്കളെ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. ഞാനിതാ ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതേ ഉള്ളൂ, ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും കുറെ നേരം ഇരിക്കുമ്പോൾ നിച്ചുടിക്ക് ബോറടിക്കും. എല്ലാ ദിവസവും വരൂല, ഞാൻ ഒരു ദിവസം 2 ദിവസം ഗ്യാപ്പെല്ലാം ഇട്ട് കൊടുക്കും എഴുതാൻ വേണ്ടിയിട്ട്. എഴുതാനാണ് മടി, അതുകൊണ്ട് 2 ദിവസം ഗ്യാപ്പെല്ലാം ഇട്ടിട്ടേ എഴുതിപ്പിക്കലുള്ളൂ. അപ്പൊ അങ്ങനെയല്ലാന്ന് നിച്ചുട്ടിനെ പഠിപ്പിക്കും. ഞാൻ മേലേക്ക് അടിച്ചു വരാൻ വന്നതാണ്. അപ്പൊ ഈ കാര്യം കൂടെ പറയാന്ന് ഓർത്തിട്ട് ഉൾപ്പെടുത്തി. ആ കാര്യം കൂടെ ഇവിടെ തക്കുടൂൻ്റെ ഏട്ടന് കുറെ ഫോട്ടോസ് ഉണ്ട്, ഇങ്ങനെ ഒരു കൊളാഷ് പോലെ ആക്കി വെച്ചിട്ട് അതിപ്പോ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അവരുടെ റൂമിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇപ്പം അത് കുറെ ഫോട്ടോസ് പണ്ടത്തെ ഇപ്പോഴത്തെയും കല്യാണത്തിന് മുന്നേ ഉള്ളതും ശേഷമുള്ളതും എല്ലാം ഉണ്ട്. അതിങ്ങനെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാമെന്ന് തോന്നി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.